അല്ലേ. അപ്പോൾ അത് യൂണിഫോമിൽ കുട്ടികൾക്കത് ചെയ്ത് കൊടുത്താൽ അവർ ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഇരുത്തവും ഒക്കെ. അപ്പോൾ വേഗത്തിൽ നട പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ആണ് ഇത്, നമ്മുടെ നടയിൽ ഒരു തുണി വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും വെച്ച് കൊടുത്താൽ നമുക്കതൊരു കറക്റ്റ് ഇത് കിട്ടില്ല, ഒരു കംഫർട്ടബിളായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പ് വേണം. ആ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതൊരു സ്ട്രൈറ്റാനായിട്ട്, അതായത് എനിക്കിപ്പോൾ 2 പാൻറ്റിനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 2 പീസാണ് വേണ്ടത് ശരിക്കും. അപ്പോൾ 2 പീസ് മടക്കി വെച്ച് അങ്ങനെ 4 മടക്കുന്നതാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 8 പീസാണ്, 8 ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ 4 മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാൻറ്റല്ലേ വേണ്ടത്, അപ്പോൾ 4 മടക്കുക. 2 പീസ് എടുത്തിട്ട് 4 മടക്കുക. 2 ഇഞ്ച് മുകളിലോട്ടും മുകളിലെ വീതിയും താഴേക്ക് 1/2 ഇഞ്ച് വീതിയും, പിന്നെ മുകളിൽ നിന്ന് താഴോട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ച് കേട്ടോ. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് വരക്കുക. എന്നിട്ട് ഞാൻ അതവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് അത് അടിക്കേണ്ടത്, നടഭാഗത്ത് എങ്ങനെയാണ് അടിക്കേണ്ടത് എന്നുള്ളത് പറയാം. ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും അളവ് തെറ്റില്ല. വീണ്ടും പറയുകയാണ്, അളവ് തെറ്റാതെ ഇങ്ങനെ കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ എങ്ങനെ ആയാലും ഇതാവും. ഇപ്പോൾ 2 പീസ് ഒരു പാൻറ്റിനും 2 പീസ് മറ്റു പാൻറ്റിനും, അങ്ങനെ 4 പീസാണ് ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് മുൻവശത്തെ ഇതിന് 1, ബാക്ക് വശത്തിന് 1, അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിന്, അതായത് ചുരിദാർ ടോപ്പിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് അളവിൽ വെട്ടുന്നത്, കയ്യിന് വെക്കാൻ വേണ്ടിയിട്ട്, താഴെ വെക്കാൻ വേണ്ടിയിട്ട്. അത് ടോപ്പ് കാണുമ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കണ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഇതെന്തിനായിരുന്നു എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.